പോവുകയാണ്. ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇറ്റ്സ് മീ ലിയ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ വലിയ പെരുന്നാളിൻ്റെ വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ദേ ഇന്ന് തലേ ദിവസമായിട്ടോ അമ്മച്ചി നാളെ സ്പെഷ്യലിന് വേണ്ടിയിട്ട് പൈനാപ്പിൾ പുഡിംഗ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടി ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള പൈനാപ്പിൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൈനാപ്പിൾ ക്യൂബായത് കട്ട് ചെയ്തതിന് ശേഷം അതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പൈനാപ്പിളിൻ്റെ പഞ്ചസാരയ്ക്ക് അനുസരിച്ചിട്ട് വേണം കേട്ടോ മധുരം ചേർത്ത് കൊടുക്കാൻ. ഇനി നമ്മൾ ചൈന ഗ്രാസ് ഇവിടെ 7 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാക്ക് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പൈനാപ്പിളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ഫുഡ് കളറിൻ്റെ പകരം യൂസ് ചെയ്തിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത്. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതേപോലെ തന്നെ നമ്മുടെ പാലിലും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചൈന ഗ്രാസ് ഇവിടെ ഇങ്ങനെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാലും വെച്ചിട്ടുണ്ട്. നമ്മുടെ പൈനാപ്പിളിൻ്റെ ഷുഗർ മെൽറ്റായിട്ടും അതുപോലെ തന്നെ പൈനാപ്പിളിൻ്റെ വെള്ളം ഇറങ്ങി വന്നിട്ട് രണ്ടും ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇതേ ഇവിടെ ഇപ്പോൾ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ചൈന ഗ്രാസ് ഇതെവിടെ മെൽറ്റ് ആയിട്ടുണ്ട്. പാലും തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ഒരേ ചൂടാവണം കേട്ടോ, ഈ പാലും ചൈന ഗ്രാസും. ഇനി ഈ ചൈന ഗ്രാസിൻ്റെ വെള്ളം നമുക്ക് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പം അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അല്ലെങ്കിൽ ചൈന ഗ്രാസിൻ്റെ അകത്തുള്ള ഇത് പൊന്തിങ്ങനെ നിൽക്കും പാലിൽ. അപ്പോൾ ഉമ്മച്ചി ഇവിടെ അരിപ്പ യൂസ് ചെയ്യാൻ മറന്നു, പിന്നെ അരിപ്പയിലൂടെ പറഞ്ഞു. ഇനി അതൊന്ന് നമുക്കവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം, കുറച്ച് തണുക്കട്ടെ. ഇനി നമ്മുടെ പുഡിംഗ് ട്രേ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ പൈനാപ്പിളില്ലേ അത് ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഈ പാലിനും ചൈന ഗ്രാസിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിങ്ങാന്ന് തോന്നിപ്പോയി. ചൈന ഗ്രാസും പൈനാപ്പിളും പാലും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഇത് ജസ്റ്റ് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് സെറ്റായതിനു ശേഷം നമ്മളിതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് പൈനാപ്പിൾ നമ്മൾ നേരത്തെ റെഡിയാക്കിയ പൈനാപ്പിളിനെ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചോക്കോസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്, ഓപ്ഷണലാണ്. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈദിൻ്റെ ഇടയായ എല്ലാവർക്കും ഈദ് മുബാറക്ക്. അപ്പോൾ മോർണിംഗിൽ നമുക്ക് കിച്ചണിൽ എന്തൊക്കെ റെഡി ആയിട്ടുണ്ടെന്നൊക്കെ പോയി നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈദിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കാണ്. ഇന്ന് പുട്ടും ചിക്കൻ കറിയാണ്. പിന്നെ ഇത് ഹോം മെയ്ഡ് ടൊമാറ്റോ കെച്ചപ്പാട്ടോ. അങ്ങനെ പെരുന്നാളിന് പുതിയ ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റി മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു തലേ ദിവസം. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കിച്ചണിൽ പോയിട്ട് നമുക്ക് എന്തൊക്കെ റെഡി ആയിട്ടുണ്ട് നോക്കാം. മട്ടൻ വരട്ടിയത്, ചിക്കൻ ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇപ്പയും മമ്മിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു ഉപ്പയും മമ്മിയും കൂടി പുതിയ വീട്ടിലുള്ള ഒരു ഈദ്. അങ്ങനെ അത് സാധിച്ചിരിക്കുകയാണ് അൽഹംദുലില്ലാ. അപ്പം നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ചെമ്മീൻ ഫ്രൈഡ് റൈസ് ആണ് വെച്ചുണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ മമ്മക്ക് എഗ് ഫ്രൈഡ് റൈസ് ഉണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈ, മട്ടൻ വരട്ടിയത്, പൈനാപ്പിൾ പുഡിംഗ് ഇവിടെ. അങ്ങനെ ഒരു വൈകുന്നേരം ആവുകളൊക്കെ വീട്ടിലിങ്ങനെ ഇരുന്ന് വൈകുന്നേരം ആയപ്പം സാബിത്താപ്പയും നജിമേബിയും വന്നു. ഇപ്പോൾ ഒരു ഫുഡ് കഴിക്കാണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ കൈനോട്ടേക്ക് പോവാണ്. അപ്പോൾ ഈ വണ്ടിയിലിരിക്കുമ്പോൾ ഒരു വേറെ വൈബായിരുന്നു, നല്ലൊരു വൈബായിരുന്നു. പയറിന് ഇതാക്കാൻ വേണ്ടിയിട്ടൊക്കെ വീഡിയോ കോളൊക്കെ വിളിച്ചു. ഓരോ അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഞങ്ങളിപ്പോൾ ചാമക്കായിട്ട് പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ചാമക്കയും നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, സൺസെറ്റൊക്കെ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് വീണ്ടും ഞങ്ങൾ കൈനോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി ഈ സൈഡ് സീറ്റിൽ നിന്ന് പോകുമ്പോൾ നല്ല വൈബാണ്. നല്ല ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റും നല്ലൊരു വൈബാണ്.
ഞങ്ങൾ വയനാട് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് വയനാട് ചുരം. ഐസ്ക്രീം വാങ്ങാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ കൈനോട്ടിലെത്തിയപ്പോൾ ഞങ്ങളുടെ ഫേവറേറ്റ് പായസം അടപ്പായസമായിരുന്നു. അങ്ങനെ അതും കുടിച്ചു. ഇപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ റായ്മേമ്മൻ്റെ വീട്ടിലേക്ക് പോവാണ്. റായ്മേമ്മൻ്റെ വീട്ടിലെത്തിയപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കൈനോട്ടേക്ക് വീണ്ടെത്തി. മിസ്റ്റേമി നുബേമൊക്കെ വന്നു. നുബേമിൻ്റെ കാലൊക്കെ കിടന്നിട്ട് ചാടിയൊക്കെ വന്നത്. അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇതിൻ്റെ വിശേഷം. പിന്നെ കൈനോട്ടിൽ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയും ബീഫ് തട്ടിയതുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഈദിൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ ഈദ് നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തതൊക്കെ കമൻറ്റ് ചെയ്യുക, എന്തായിരുന്നു സ്പെഷ്യൽ എന്നൊക്കെ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.